എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയിൽ 2025 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് സഭാമക്കൾ എന്ന് പരിശുദ്ധ പിതാവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കേരള സഭയ്ക്ക് രണ്ട് വലിയ അനുഗ്രഹങ്ങളാണ്. ഒന്ന്, ഈ വർഷം ജൂബിലി വർഷം. രണ്ടാമത്തെ മറ്റൊരു അനുഗ്രഹമാണ് കേരള സഭ നവീകരണ കാലത്തിൻ്റെ സമാപന വർഷമാണ് ഈ 2025. സഭയെ നവീകരിക്കുവാനും സഭയെ ഉണർത്തുവാനുമായി കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മ നിറവിൽ ദൈവജനം മുഴുവൻ 21 ദിവസക്കാലം പ്രാർത്ഥനയിൽ ഉപവാസത്തിലും ദൈവസന്നിധിയിൽ വ്യാപരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടം ഉണർവിൻ്റെ കാലമാണ്. നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇന്ന് പല ലോകരാജ്യങ്ങളെയും പരിശുദ്ധാത്മാവ് ശക്തമായി ഉണർത്തുകയാണ്. ദൈവവചനത്തിൻ്റെ തീമഴ അനേകം രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പെയ്യിപ്പിക്കുന്നു. സുവിശേഷത്തിനായി തുറക്കപ്പെടാത്ത പല രാജ്യങ്ങളിലും ആത്മാവ് സുവിശേഷത്തിന്റെ തീ കത്തിക്കുകയാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിനെ ഏകരക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സഭയോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രവചന സന്ദേശം എന്താണ്? ഇന്ന് കേരള സഭ വലിയ പ്രതിസന്ധികളിലൂടെയും സഹനങ്ങളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നു പോകുമ്പോൾ സഭാ മക്കളായി നമുക്ക് പലപ്പോഴും സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും പ്രത്യാശ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള നിരാശജനകമായ ചില ചിന്തകളൊക്കെ നമ്മളെ ഭരിച്ചു എന്ന് വരാം. എന്നാൽ സഹോദരങ്ങളെ, സഭയുടെ ശിരസ്സായ കർത്താവിന്റെ തിരുമുഖത്തേക്ക് പ്രത്യാശയോടെ സഭാ മക്കളായി നമ്മൾ നോക്കേണ്ട സമയമാണിത്. സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ ഒരിക്കലും കൈവിടുകയില്ല. വിശുദ്ധനായ പോൾ 6 മാർപ്പാപ്പ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ നോക്കി മാർപ്പാപ്പ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. പരിശുദ്ധാത്മാവ് രാജ്യങ്ങളിൽ ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുസഭയെ നോക്കി പ്രത്യാശയോടെ മാർപ്പാപ്പ പറഞ്ഞു, ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. ആദിമ സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ അതിനേക്കാൾ ശക്തമായ അളവിൽ ഈ നാളുകളിൽ തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. എത്ര പ്രത്യാശയുള്ള വാക്കുകളാണിത് സഹോദരങ്ങളെ. സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. വെളിപാട് പുസ്തകം 21:5 പരിശുദ്ധ വചനം പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഞാൻ ഈ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ ഹൃദയത്തെ ഉണർത്തി. കേരള സഭയ്ക്കുള്ള പരിശുദ്ധാത്മാവിന്റെ സന്ദേശമാണിത്. ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്റെ സഭയെ നവീകരിക്കുവാൻ ആ ഒരുക്കത്തിന്റെ ഈറ്റുനോവാണ് ഇന്ന് കേരള സഭയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സഭ തീരാൻ പോവല്ല, സഭ അവസാനിക്കാൻ പോവുകയല്ല. സഹോദരങ്ങളെ, യുഗാന്ത സഭയിൽ അതിശക്തമായ അളവിൽ പരിശുദ്ധാത്മാവ് തന്റെ നവീകരണ പ്രവർത്തികൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു. ഞാൻ സകലവും നവീകരിക്കുന്നു.
നവീകരിക്കുന്ന തീയായി, നവീകരണത്തിന്റെ അഭിഷേകമായി തിരുസഭ മുഴുവനിലേക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകാൻ ഒരു നദി പോലെ ആത്മാവ് നിറഞ്ഞൊഴുകാൻ പോവുകയാണ്. വെളിപാട് പുസ്തകം 22 അധ്യായം 11 വചനത്തിൽ തന്റെ സഭയോട് എന്താണ് ആത്മാവ് പറയുന്നത്? ആത്മാവ് പറയുന്നത് വെളിപാട് പുസ്തകം 2:11 പറയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ജൂബിലി വർഷത്തിൽ തന്റെ സഭയ്ക്ക് ആവശ്യമായ പ്രവചന വചനങ്ങൾ, ദൈവിക ആലോചനകൾ 21 ദിനങ്ങളിലെ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷയിലൂടെ സഭാ മക്കൾക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. കേൾക്കാൻ ചെവിയുള്ളവർ ഈ സന്ദേശങ്ങൾ കേൾക്കട്ടെ. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, 1974 ഒക്ടോബർ 10 വിശുദ്ധനായപ്പോൾ 6-ാമൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തിരുസഭയോട് പ്രകാരം പറഞ്ഞു, കർത്താവ് സഭയിലേക്കുള്ള ആത്മാവിന്റെ പ്രവാഹം ഇനിയും വർദ്ധിപ്പിക്കും. സഹോദരങ്ങളെ, എത്ര ആനന്ദം തരുന്ന പ്രവചന വചനമാണിത്. തന്റെ ആത്മാവിന്റെ പ്രവാഹം സഭയുടെ രാജാവായ കർത്താവ് തന്റെ സഭയിൽ ഇനിയും വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. യുഗാന്ത സഭയുടെ പെന്തക്കോസ്തയാണത്. കർത്താവിന്റെ പ്രത്യാഗമനത്തിന് മുൻപായി സഭ മുഴുവനിലും ആഞ്ഞടിക്കുന്ന ആത്മാവിന്റെ റിവൈവലാണ്. മറ്റൊരർത്ഥത്തിൽ വിശുദ്ധനായപ്പോൾ 6-ാമൻ മാർപ്പാപ്പ സഭാമക്കളോട് പറഞ്ഞത്, അത് ഇനിയും അധികമായി വർദ്ധിക്കും. ആത്മാവിന്റെ പ്രവാഹം, കൃപാവരങ്ങളുടെ വെളിപ്പെടൽ, സ്നേഹത്തിന്റെ നിറഞ്ഞൊഴുക്ക് തന്റെ സഭയിലേക്ക് ഇനിയും കർത്താവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സഹോദരങ്ങൾ, അസ്വസ്ഥരാകരുത്. സഭയോട് നമ്മൾ നിരാശപ്പെടരുത്. ഇനി എന്ത് പ്രത്യാശിക്കാനാ? പല ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും പല ആത്മായ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പലരും പറഞ്ഞു, ഇനി എന്ത് പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? നമുക്കിനി പ്രത്യാശിക്കാൻ എന്താണ് ഒരു സാധ്യതയുള്ളത്? പലരും ഇന്ന് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ല സഹോദരങ്ങളെ, വ്യക്തമായി പരിശുദ്ധാത്മാവ് തന്റെ സഭയോട് പറയാ, ഇനിയും ഈ ആത്മപ്രവാഹം തന്റെ സഭയിൽ ഈ നാളുകളിൽ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിച്ച് കരമുയർത്തി 3 പ്രാവശ്യം വിളിച്ച പരിശുദ്ധാത്മാവേ, ശക്തിയോടെ വിളിച്ച ആത്മാവേ, സഭയെ നവീകരിക്കണമേ, ഇവിടുത്തെ സഭയിലേക്ക് വരണമേ, സഭയെ ഉണർത്തണമേ. ഒരു വലിയ റിവൈവൽ, ഒരു നെക്സ്റ്റ് ലെവൽ റിവൈവൽ സഭ മുഴുവനിൽ വെളിപ്പെടുമാട്ടെ. ഞാൻ ഈ 2025 ഈ വർഷത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, ദൈവസന്നിധി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, ഇത് ആധികാരികമായി പറയുന്നതല്ല, പരിശുദ്ധാത്മ വ്യക്തമായി എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. 2025 മുതൽ 2033 വരെ അടുത്ത 8 വർഷം 2033 മഹാ ജൂബിലിയുടെ വർഷമാണ്. ഈ 8 വർഷം തന്റെ സഭയ്ക്ക് അസാധാരണമായ വിധത്തിലുള്ള സാധ്യതകളാണ് പരിശുദ്ധാത്മാവ് നൽകാൻ പോകുന്നത്. സഭാ ചരിത്രത്തിൽ ഇതുവരെ വെളിപ്പെടാത്ത വിധത്തിലുള്ള, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള അതിശക്തമായ ആത്മപ്രവർത്തനം സഭയും ലോകവും ദർശിക്കാൻ പോവുക. കർത്താവേ, വിശ്വസിക്കുന്നു. ജോയേൽ പ്രവചനം 2:24 പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. ആ വചനപ്രകാരമാണ്, മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. സഹോദരങ്ങളെ, ഒരു ഫൈനൽ ഹാർവെസ്റ്റിലേക്ക്
യുഗാന്ത സഭയ്ക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഈ ഉണർവിലൂടെ സഭയും ലോകവും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണമാണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അനേകം ജീവിതങ്ങളെ കാലത്തിന്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവ് തന്റെ സഭയിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഒരു സമൃദ്ധമായ വിളവെടുപ്പ്, ആ വിളവെടുപ്പിന് ആവശ്യമായ എണ്ണയും വീഞ്ഞും ഞാൻ നിങ്ങൾക്ക് നൽകും. അതാണ് റിവൈവൽ, അതാണ് പരിശുദ്ധാത്മാഭിഷേകം. തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മ തരുന്ന പുതിയ പെന്തക്കുസ്ത, മേൽത്തരം വീഞ്ഞ്, പുതു വീഞ്ഞ്, മേൽത്തരം ഗോതമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് സങ്കീർത്തന വചനത്തിൽ നമ്മൾ കണ്ടു. അത് യുഗാന്ത സഭയ്ക്കുള്ള ആത്മാവിന്റെ വെളിപ്പെടുത്തലാണ്. മേൽത്തരം വീഞ്ഞ്, അത് തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മ തരുന്ന നവമായ പെന്തക്കുസ്തയാണ്, പുതിയ പെന്തക്കുസ്തയാണ്. സഹോദരങ്ങളെ, രണ്ടാം വത്തിക്കാൻ സൂനകദോസിൽ, ആ സൂനകദോസിലെ 4 മോഡറേറ്റർമാരിൽ ഒരു പ്രധാന മോഡറേറ്റർ ആയിരുന്നു ബ്രസൽസിലെ കർദിനാൾ ജോസഫ് സ്യൂനൻസ്. അദ്ദേഹമാണ് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി പ്രതിഷ്ഠിതമായിരിക്കുന്ന മേരി ഓഫ് ലീജിയൻ എന്നുള്ള ആ മരിയൻ പ്രസ്ഥാനം ആരംഭിച്ചത്. കർദിനാൾ ഇപ്രകാരം പറയാണ്, കർദിനാൾ സ്യൂനൻസ് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ലീജിയൻ ഓഫ് മേരിയുടെ സ്ഥാപകനാണ്. പെന്തക്കുസ്തയുടെ കൃപകൾ ഇന്നും പ്രവർത്തിക്കുന്നു. എല്ലാവരും ഉച്ചത്തിൽ നേറ്റു പറഞ്ഞേ, പെന്തക്കുസ്തയുടെ കൃപകൾ ഇന്നും പ്രവർത്തിക്കുന്നു, ഇനിയും കൂടുതൽ പ്രവർത്തിക്കും. എത്ര ശക്തമാണ് കർദിനാളുടെ വാക്കുകൾ! സഭയിൽ വളരെ സ്ഥാനീയനായിരുന്ന കർദിനാളായിരുന്നു സ്യൂനൻസ്. അദ്ദേഹം പറയാ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക സഭയിൽ. എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത് കൂടുതൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. അതാണ് പുതിയ പെന്തക്കുസ്ത, സഭയ്ക്ക് പരിശുദ്ധാത്മാവ് തരുന്ന മേൽത്തരം വീഞ്ഞ്. സഹോദരങ്ങളെ, ആത്മാവിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. 2025 ഈ ഒരു വർഷത്തോടു കൂടെ ഈ ആത്മപ്രവൃത്തി സഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഉണർവിന്റെ അടുത്തൊരു ഫേസ് തന്റെ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. ഈശോ വിശ്വസിക്കുന്നു. ആ ഉണർവിന്റെ ചലനങ്ങളാണ്, ആ ഉണർവിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോക രാജ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദേശാന്തരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഭൂഖണ്ഡങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവിചാരിതങ്ങളല്ല, ഇത് യാദർച്ഛികമായി സംഭവിക്കുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ കൃത്യമായ പദ്ധതിയാണ്. യുഗാന്ത സഭയ്ക്ക് ആത്മാവ് തരുന്ന പെന്തക്കുസ്തയുടെ ചലനങ്ങളാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സഭ നമുക്കറിയാം, ലോക സുവിശേഷവൽക്കരണത്തിൽ അതീവ പ്രാധാന്യമുള്ള സഭയാണ് കേരള സഭ. കേരള സഭയിലൂടെ ഉണർവിന്റെ തീ നമുക്കറിയാം ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മ പടർത്തി. പോട്ട ഡിവിയൻ മിനിസ്ട്രികൾ, അട്ടപ്പാടിയിലെ ബഹുമാനപ്പെട്ട വട്ടാലിയച്ചന്റെ ശുശ്രൂഷ, അണക്കരയിലെ ശുശ്രൂഷ, ഇന്ന് ഡാനിയേൽച്ചന്റെ ശുശ്രൂഷ, ഇതുപോലെ മറ്റു പല വളരെ കൃപാദാനങ്ങളുള്ള പരിശുദ്ധാത്മാവിന് വലിയ അനോയിന്റിംഗ് ഉള്ള പല വൈദികരിലൂടെ ഇന്നും തൻ്റെ സഭയിലൂടെ ലോകം മുഴുവനിലേക്കും ഈ അഭിഷേകം പരിശുദ്ധാത്മ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. എണ്ണയും വീഞ്ഞും ഞാൻ നിങ്ങൾക്ക് നൽകും. സമൃദ്ധമായ വിളവെടുപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു പുതിയ റിവൈവൽ തന്റെ സഭയ്ക്ക് തിരികെയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2003 പെന്തക്കോസ്ത തിരുനാളിന് തലേ രാത്രിയിലെ ജാഗരണ പ്രാർത്ഥന മധ്യേ മാർപ്പാപ്പ പ്രത്യാശയോടെ തിരുസഭയോട് പറഞ്ഞു. മാർപ്പാപ്പ പ്രകാരം പറയുകയാണ്, പ്രത്യാശയ്ക്ക് വേണ്ടി ഇത്രയേറെ ദാഹിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിന് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കി കൊടുക്കുക. പെന്തക്കോസ്തയുടെ സംസ്കാരം സജീവമാക്കുവാൻ നാം സഹായിക്കുക. പെന്തക്കോസ്തയുടെ സംസ്കാരം സജീവമാക്കുവാൻ നാം സഹായിക്കുക.
എൻ്റെ സഹോദരങ്ങളെ, തിരുസഭ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ആദ്യ റിവൈവൽ, ഫസ്റ്റ് റിവൈവൽ ജെറുസലേമിൽ വെളിപ്പെടുകയാണ്. സഭ രൂപം കൊള്ളുകയാണ്, സഭ ജനിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2:4 പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇത് സഭാ ചരിത്രത്തിൽ ആദ്യ റിവൈവലാണ്. ജെറുസലേമിലുണ്ടായ ഉണർവ്, ആത്മാവ് സഭയ്ക്ക് നൽകിയ ഉണർവ്. സഹോദരങ്ങളെ, എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഉണർവ് വിജാതീയരിലേക്ക് പരിശുദ്ധാത്മ വ്യാപിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് വിജാതീയരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ദൈവത്തിന്റെ വചനം കേട്ടു. യേശു ഏക രക്ഷകനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. യേശുവിന് ഏക കർത്താവായി അവർ ഏറ്റുപറഞ്ഞു. അങ്ങനെ അനേകം മാനസാന്തരങ്ങൾ പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-ാം വചനം. ഇത് വിജാതിയുടെ പെന്തക്കോസ്ത് എന്നാണ് അറിയപ്പെടുന്നത്. കൊർന്നല്യോസിന് ഭവനത്തിൽ സമ്മേളിച്ചിരുന്ന നൂറുകണക്കിന് വിജാതീയ മക്കള് പത്രോസ്ലീഹ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, പോട്ട ഡിവൈൻ മിനിസ്ട്രിയിലൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുടുംബങ്ങളും ജീവിതങ്ങളുമാണ് കർത്താവിനെ കണ്ടുമുട്ടിയത്. സത്യവചനം അറിയാത്ത, യേശു ആരാന്ന് മനസ്സിലാക്കാത്ത, സുവിശേഷ സത്യങ്ങള് തിരിച്ചറിയാൻ കഴിയാത്ത 10,000-കണക്കിന് കുടുംബങ്ങളിലേക്ക് വചനത്തിന്റെ വെളിച്ചം പരിശുദ്ധാത്മാവ് പകർന്നു നൽകി. ജനലക്ഷങ്ങൾ യേശുവിനെ കണ്ടുമുട്ടി. വലിയൊരു റിവൈവലാണ് പോട്ട ഡിവൈൻ മിനിസ്ട്രിയിലൂടെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയത്. കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനെ, ഓ സ്തുതിക്കുന്നു. പോരാ, ശക്തിയോടെ കരമടിച്ച് ആത്മാവേ, വീണ്ടും ഈ പ്രവർത്തികൾ സഭയിൽ ആവർത്തിക്കണമേ. വീണ്ടും അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കേരള സഭയ്ക്ക് നൽകണമേ. സഭയെ നവീകരിക്കണമേ, സഭയെ ഉണർത്തണമേ. കരമുയർത്തി ഒറ്റ വിളി, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആമേൻ. കരമടിച്ച് പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, സഭയിലേക്ക് വരണമേ, സഭയെ ചലിപ്പിക്കണമേ. കൂടാതെ കൃപകൾ ചൊരിയണമേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. കരമുയർത്തി വിളിക്കുന്നു ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപകൾ ചൊരിയണമേ. യുഗാന്ത സഭയിലേക്ക് എന്തൊക്കെ കൃപകൾ ചൊരിയണമേ. സ്നേഹത്തിന്റെ അഭിഷേകം, വചനാഭിഷേകം, പ്രാർത്ഥനയുടെ അഭിഷേകം, പരിത്യാഗത്തിന്റെ അഭിഷേകം, ഉണർവിന്റെ അഭിഷേകം, ഇവാഞ്ചലൈസേഷന്റെ അഭിഷേകം കേരള സഭ മുഴുവന്റെ മേലും പകരണമേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എൻ്റെ സഹോദരങ്ങളെ, തിരുസഭാ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സഭാ ചരിത്രത്തിൽ മുഴുവൻ ഇതുപോലെ പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ തൻ്റെ സഭയെ നവീകരിച്ച, തൻ്റെ സഭയെ ഉണർത്തിയ എത്രയോ ചരിത്ര അനുഭവങ്ങൾ സഭാ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷം സഭാപിതാക്കന്മാരുടെ നാളുകളിൽ ആദിമ സഭയെ പരിശുദ്ധാത്മാവ് കൃപയിൽ ഉറപ്പിച്ചു നിർത്തി. സത്യവിശ്വാസത്തിന്റെ, സത്യപ്രബോധനത്തിന്റെ അഭിഷേകം സഭ മുഴുവനിലേക്കും പകർന്ന് പാഷാണ്ഡതകളെ പരിശുദ്ധാത്മ പിഴുതു മാറ്റി. കർത്താവ് വിശ്വസ്തയോടെ തന്നെ സഭയെ വരമേൽപ്പിച്ച സത്യവിശ്വാസത്തിന് അടിത്തറയിൽ തന്റെ സഭയെ സഭാപിതാക്കന്മാരിലൂടെ ബേസിൽ, അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവ്, വിശുദ്ധ സിറിൽ പിതാവ്, വിശുദ്ധ ഗ്രിഗറി പിതാവ്, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ക്ലെമന്റ്
അത്രമാത്രം സഭാപിതാക്കന്മാരിലൂടെ വിശുദ്ധ അത്തനേഷ്യസ് സഭയെ ഉറപ്പിച്ച് സത്യപ്രബോധനങ്ങളിൽ ഉറപ്പിച്ച് നിർത്തുക. അത് ഒരു റിവൈവല സഹോദരങ്ങളെ. വീണ്ടും താപസ പിതാക്കന്മാരിലൂടെ ബെനഡിക്ട് പിതാവ് സഭയിൽ താപസ ചൈതന്യം കൊണ്ടുവരികയാണ്. താപസ പിതാക്കന്മാരിലൂടെ തന്റെ സഭയെ പരിശുദ്ധാത്മാവ് റിവൈവ് ചെയ്തു. മരുഭൂമിയിലെ താപസരെ സന്തോണി, വിശുദ്ധ പോൾ, മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് ജ്വലിക്കും. ഒരു നാളുകളിൽ ഈ മരുഭൂമിയിലെ പിതാക്കന്മാരിലൂടെ തന്റെ സഭയെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചു. തുടർന്ന് സന്യാസ ഭവനങ്ങളിലൂടെ, തുടർന്ന് ഓരോ വ്യക്തികളിലൂടെ, അസീസിൽ വിശുദ്ധ ഫ്രാൻസിസ് പിതാവ്, വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ വിൻസെന്റ് ഫെറർ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, എത്ര വിശുദ്ധാത്മാക്കളിലൂടെ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ തൻ്റെ സഭയെ പരിശുദ്ധാത്മ നവീകരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ സഭയിൽ നിലച്ചു പോയിട്ടില്ല. ഇപ്പോഴും തന്റെ സഭയിൽ വളരെ ആക്റ്റീവായി പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മ ഇൻആക്റ്റീവ് അല്ല, വളരെ ലൈവായി ഹോളി സ്പിരിറ്റ് തന്റെ സഭയിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. വെള്ളത്തിന്റെ മുകളിലൂടെ ആത്മാവിനെ ചലിച്ചതുപോലെ തന്റെ സഭയിൽ ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുക. തന്റെ സഭയെ നവീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു, ശക്തീകരിക്കുന്നു, സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്കൊരു വിളി തന്നിരിക്കുക, തെരഞ്ഞെടുപ്പ് തന്നിരിക്കുക. കണ്ണുനീരോടെ സഭയ്ക്ക് വേണ്ടി കരങ്ങൾ വിരിക്കുക. പ്രാചിത്വം അനുഷ്ഠിച്ച് കേരള സഭയ്ക്ക് വേണ്ടി പ്രാചിത്വം അനുഷ്ഠിച്ച് അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഞാനും നിങ്ങൾ നിലവിളിക്കുക. പരിശുദ്ധാത്മാ പൂർണ്ണ ശക്തിയോടെ സഭയിലേക്ക് വരും. ഞാൻ വീണ്ടും പറയട്ടെ, 2025 മുതൽ മഹാജൂബിലി 2033 വരെ 8 വർഷങ്ങൾ അസാധാരണമായ പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ വർഷങ്ങളായി തന്റെ സഭയ്ക്ക് ആത്മാവ് നൽകിയിരിക്കുകയാണ്. സഹോദര സഹോദരി, ആത്മാവിന്റെ ഈ വെളിപ്പെടൽ നമ്മൾ തിരിച്ചറിയണം. വെറുതെ അവിചാരിതമായി ഷെക്കൻ ന്യൂസിലൂടെ തിരുസഭയ്ക്ക് വേണ്ടി 21 ദിനങ്ങളിലെ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷ ചെയ്യുന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. ഇത് കർത്താവിന്റെ തീരുമാനമാണ്. ഈ നാളുകളിൽ കേരള സഭയിലെ പല അഭിനന്ദ പിതാക്കന്മാരുമായി സംസാരിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. പല പിതാക്കന്മാർ ഈ ദിവസങ്ങളിൽ നമ്മോട് പരിശുദ്ധാത്മാവിന്റെ പ്രവചന വചനങ്ങൾ അറിയിക്കും. സഹോദരങ്ങളെ, ഉണർവിനുള്ള സമയമായി, ഉണർവിന്റെ കാലമായി. നമ്മൾ പാടിയില്ലേ, ദൈവീക സമയമായി, ഉണർവിൻ കാലമായി എന്ന് പറഞ്ഞേ. ദൈവീക സമയമായി, ഉണർവിൻ കാലമായി. പരിശുദ്ധാത്മാവ് 10,000 തീ പിടിപ്പിക്കും. തന്റെ സഭയിൽ 1000 പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. അഗ്നിനാവുള്ള പ്രവാചകരെ യുഗാന്ത സഭയ്ക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിക്കും. സ്തുതിക്കുന്നു ആത്മാവേ. സ്തുതിക്കുന്നു കർത്താവേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. വാസുല റീഡനോട് കർത്താവ് പറഞ്ഞു, സഭയിലൊരു മിസ്റ്റേക്കാണ്. എന്താണ് വാസുല റീഡനോട് പറഞ്ഞത്? മനുഷ്യവർഗം മുഴുവന്റെ പേരിലും പൂർണ്ണ ശക്തിയോടെ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. ഭൂമിയിൽ എൻ്റെ രാജ്യമായി എൻ്റെ സഭ പുനരുദ്ധരിക്കപ്പെടേണ്ടതിന് ഒരു 2ാം പെന്തക്കോസ്തയുണ്ടാകും. ദ്വിതീയ പെന്തക്കോസ്ത. അതാണ് പരിശുദ്ധാത്മാവ് യുഗാന്ത സഭയ്ക്ക് നൽകാൻ പോകുന്ന റിവൈവൽ, ഉണർവ്. ആ ഉണർവിന്റെ അലയടികൾ സഭയിലും ലോകത്തിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാ. സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവചനങ്ങൾ. പരിശുദ്ധ അമ്മമാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ സഭയോട് സംസാരിച്ചു. അത് സ്വർഗത്തിന്റെ പ്രവചന സന്ദേശമാണ്. എന്താണ് നൽകപ്പെട്ട
പ്രൊഫസി സഭയുടെ മേലും മാനവകുലത്തിൻ്റെ മേലും അഗ്നിനാവുകളുടെ അത്ഭുതകരമായ ഇറങ്ങിവരൽ വീണ്ടും ഉണ്ടാകും. ഈ പ്രവചന വചനം കേരള സഭയിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി സഭയ്ക്ക് വേണ്ടി ഒന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ, വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മാവേ, ഞങ്ങൾ കേരള സഭയ്ക്കായി സ്വർഗത്തിന്റെ പ്രവചന സന്ദേശം ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പദ്ധതി ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രൊഫസി ഏറ്റെടുക്കുന്നു. സഭയിൽ ഇത് വെളിപ്പെടട്ടെ, സഭയിൽ സംഭവിക്കട്ടെ. സഭയുടെ എല്ലാ തലങ്ങളിലേക്കും ഈ അഭിഷേകം കവിഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അതാണ് സഹോദരങ്ങളെ അപ്പോസ്തല പ്രവർത്തനം 2:17 കാണുന്നത്. അവസാന നാളുകളിൽ നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് പെന്തക്കോസ്തയിൽ ഇത് പൂർണ്ണമായി സംഭവിച്ചു എന്ന്. പെന്തക്കോസ്തയിൽ ഇത് സംഭവിച്ചു, ആദ്യ പെന്തക്കോസ്തയിൽ. എന്നാൽ യുഗാന്ത സഭയിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയ ആത്മീയ ഉണർവിലാണ് ഈ വചനം പൂർണ്ണമായും ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്, പൂർത്തീകരിക്കപ്പെടുന്നത്. പത്രോസ്ലീഹ ജോയേൽ പ്രവചനത്തിലെ വചനങ്ങൾ എടുത്തു പറഞ്ഞ് പിന്നീടുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. 19, 20, 21 വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങളെ കുറിച്ചാണ് പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ സഭയോട് പറയുന്നത്. അപ്പോൾ ആദ്യ പെന്തക്കോസ്തയിൽ പൂർണ്ണമായും ഈ വചനം നിറവേറപ്പെട്ടിട്ടില്ല. വചനം നിറവേറി, പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ നിറവേറപ്പെടുന്നത് യുഗാന്ത സഭയിലാണ്, ഈ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ. അവതൻ എല്ലാവരും ശ്രദ്ധാപൂർവ്വം വായിച്ച്. അപ്പോസ്തല പ്രവർത്തനം 2:17 ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകുന്ന പുത്തൻ പെന്തക്കോസ്ത, തന്റെ സഭയ്ക്ക് നൽകുന്ന റിവൈവൽ. അന്ത്യകാല ഉണർവ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് ഈ റിവൈവലെ സഹോദരങ്ങളെ. അത് ആരംഭിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അടുത്തൊരു ഫേസ് തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് തുറന്നു കഴിഞ്ഞു. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു കർത്താവ്. നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 3:8 എന്താണ് ഈശോ പഠിപ്പിച്ചത്? കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് സഭ മുഴുവനിലും വീശിക്കൊണ്ടിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ സെഹിയോൻ മാളികയിലേക്ക് സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മ കാറ്റ് ഇന്നും സഭയിൽ വീശിക്കൊണ്ടിരിക്കുന്നു. 2000 വർഷം കഴിഞ്ഞിട്ടും ഈ ആത്മാ കാറ്റ് ഇതുവരെ നിലച്ചു പോയിട്ടില്ല. ഇതിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. സഭാ ചരിത്രത്തിൽ എന്തുമാത്രം പ്രതിസന്ധികളെ സഭ നേരിട്ടു. സാമ്രാജ്യ ശക്തികളും ചക്രവർത്തിമാരും മതഭ്രാന്തന്മാരും നിരീശ്വര ശക്തികളെല്ലാം സഭയെ ഒരുപാട് തകർക്കുവാൻ നോക്കി. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ചരിത്രത്തിൽ കാണുന്നു പരിശുദ്ധാത്മാവിന്റെ കൊടിയ കാറ്റ് സഭയെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തി, സഭയ്ക്ക് ഉണർവ് നൽകി. ആ കാറ്റ് കർത്താവിന്റെ പ്രത്യാഗമനം വരെ സഭയിൽ വീശിക്കൊണ്ടേയിരിക്കും, വീശിക്കൊണ്ടേയിരിക്കും. ആ കാറ്റിനെ ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല. അതിന്റെ പ്രതിഫലനങ്ങളാ നമ്മൾ ഇന്ന് രാജ്യങ്ങളിൽ കാണുന്നത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കണ്ണുയർത്തി നോക്ക്, അവിടെ ഉണർവിന്റെ ചലനങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ശക്തമായ ആത്മാവിന്റെ ഉണർവുകൾ നമ്മൾ കാണുന്നു. ഇത് അവിചാരിതങ്ങളല്ല സഹോദരങ്ങളെ, ഇത് പെന്തക്കോസ്തയുടെ കാറ്റ്, പെന്തക്കോസ്തയുടെ ആ പകർച്ച തന്റെ സഭയിലേക്ക് ആത്മാവ് തരുന്നു. സംഖ്യയുടെ പുസ്തകം 11:31 പറയുന്നു, പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. സഹോദരങ്ങളെ, നമ്മൾ സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ മുട്ടുമടക്കി കരങ്ങൾ വിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കേരള സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുമ്പോൾ, നമ്മുടെ സഭയുടെ നവീകരണത്തിനും ഉണർവിനുമായി നമ്മൾ ഉപവസിച്ച് കർത്താവിന്റെ മുൻപിൽ നിലവിളിക്കുമ്പോൾ
നമ്മൾ നനയ്ക്കാത്ത സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് തന്റെ സഭയിലേക്ക് പരിശുദ്ധാത്മാവ് ഉണർവിന്റെ കാറ്റയക്കും. ഈ കാറ്റ് സഭയെ ശക്തീകരിക്കൂ. ആയിരങ്ങൾ ഉണരും, 10,000 ഉണരും. അനേകം വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ജ്വലിക്കുന്ന ആത്മാക്കളായി മാറും. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഉത്തമഗീത പുസ്തകം സോങ് ഓഫ് സോങ്സിൽ 4-ാം അധ്യായം 16-ാം വചനത്തിൽ കാണുന്നുണ്ട്, വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരുക, എൻ്റെ ഉദ്യാനത്തിൽ. കർത്താവിന്റെ ഉദ്യാനം കർത്താവിന്റെ സഭയാണ്. എൻ്റെ സഭയിൽ വീശുക, അതിന്റെ പരിമളം വിദൂരങ്ങളിലും പരക്കട്ടെ. എൻ്റെ പ്രാണപ്രിയൻ, സഭയുടെ പ്രാണപ്രിയൻ ആരാ? കർത്താവാണ്. സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അവൻ അവന്റെ ഉദ്യാനത്തിൽ, അവന്റെ സഭയിലേക്ക് വരട്ടെ. അതിന് വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കട്ടെ. വടക്കൻ കാറ്റ് ഉണരുക, തെക്കൻ കാറ്റ് വീശുക, സഭ മുഴുവനിലും വീശി അടിക്കുക. ഈ വചനം കൃപയായി കേരള സഭയിൽ മാറുവാൻ സഭയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്നിച്ച് വിളിച്ച പരിശുദ്ധാത്മാവേ, 4:16 ഈ വചനത്തിന്റെ തീ സാർവത്രിക സഭയിലും പ്രത്യേകമായി കേരള സഭയിൽ ഈ ജൂബിലി വർഷത്തിൽ സഭ മുഴുവനിൽ വീശട്ടെ. സഭ മക്കൾ ഉണരട്ടെ. ആത്മീയ മരവിപ്പുകൾ, മന്നോഷതകൾ, കർത്താവേ, പാപക്കെട്ടുകള്, ശാപബന്ധനങ്ങള്, പൈശാചിക അടിസ്ഥാനങ്ങള് പരിശുദ്ധാത്മ കാറ്റിനാൽ തകർക്കപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഉദ്യാനത്തിലേക്ക് വരണമേ, അവിടുത്തെ സഭയിലേക്ക് വരണമേ, സഭയെ നവീകരിക്കണമേ. അങ്ങ് സഭയെ തള്ളിക്കളയരുതേ, സഭയെ കൈവിടരുതേ, സഭയെ ഉണർത്തണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ലംബ 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 ശക്തിയോടെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഉണർവിൻ നായകനേ, അളവു കൂടാതെ കൃപകൾ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ. ഉണർവിൻ നായകനേ, അളവു കൂടാതെ, അളവു കൂടാതെ കൃപകൾ ചൊരിയണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. Come Holy Spirit, come Holy Spirit. കേരള സഭയിലേക്ക് വരിക. സഭ മുഴുവന്റെ മേൽ ആഞ്ഞു വീശുക. വടക്കൻ കാറ്റായി, തെക്കൻ കാറ്റായി കർത്താവിന്റെ സഭയിൽ ആത്മാവേ ആഞ്ഞു വീശുക. സ്തുതിക്കുന്നു. ആയിരങ്ങൾ പ്രാർത്ഥിക്കുക. ഈ സമയം 10,000 കരങ്ങൾ വിരിക്ക്, കണ്ണുനീരൊഴുക്ക്, ചങ്ക തുറന്ന് പറ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ സഭയെ ഉണർത്തണമേ, സഭയെ നവീകരിക്കണമേ, സഭയെ ശക്തീകരിക്കണമേ. നമ്മുടെ കണ്ണീര് മറികടന്നു പോകാൻ കർത്താവിന് സാധിക്കില്ല, കർത്താവിന് സാധിക്കില്ല. കർത്താവിന്റെ മനസ്സ് മുഴുവൻ തന്റെ സഭയിലാണ്. നമുക്ക് സഭയോട് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ കർത്താവിന് എന്തുമാത്രം തന്റെ സഭയോട് സ്നേഹമുണ്ടാകും. സഹോദരങ്ങളെ, ആ മനസ്സ് നമ്മൾ അറിയണം. 21 ദിനങ്ങളിലെ പ്രാർത്ഥന, ഉപവാസ ശുശ്രൂഷ അതിനാകട്ടെ. മടി വിചാരിക്കരുത്, ഉപേക്ഷ കാണിക്കരുത്. 10,000 ഈ പ്ലാറ്റ്ഫോമിലോട്ട് വരണം. സഭയ്ക്ക് വേണ്ടി കരങ്ങൾ വിരിക്കണം, സഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കണം, സഭയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കണം. തീരുമാനമുള്ളവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. പ്രിപ്പറേഷൻ ഫോർ ദ റിവൈവൽ. അതെ, കേരള സഭയിൽ ആത്മാവിന് ശക്തമായ റിവൈവൽ ഉണ്ടാകാൻ നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മൾ അതിനുള്ള ഒരുക്കത്തിലാണ്. ആമോസ് പ്രവചനം 4:12 പരിശുദ്ധ വചനം പറയുന്നു, അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശന ദിനത്തിനായി ഒരുങ്ങിക്കൊള്ളുവിൻ. പരിശുദ്ധാത്മാവ് തൻ ഉണർവിന്റെ അടുത്തൊരു ഫേസ്
തൻ്റെ സഭയ്ക്ക് സമ്മാനിക്കുവാൻ കേരള സഭയെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കാൻ പോവുകയാണ്. കേരള സഭയെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കാൻ പോവുക. ധ്യാന കേന്ദ്രങ്ങൾ അടുത്തൊരു ലെവൽ അനോയിന്റിങ് വെളിപ്പെടാൻ പോവുക. നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ, നമ്മുടെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ, നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മകളിൽ, നമ്മുടെ മധ്യസ്ഥതകളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ, യുവജന ശുശ്രൂഷകളിൽ അടുത്തൊരു ലെവൽ അനോയിന്റിങ് ആത്മാവ് അയക്കാൻ പോവുക, പകരാൻ പോവുക. ഞാൻ എൻ്റെ സഭയെ സന്ദർശിക്കാൻ പോവുകയാണ്. നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങാൻ പറയാം. അതിനായി ഈ 21 ദിവസത്തെ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷ ഒരുക്കമാണ്. പരിശുദ്ധാത്മ തൻ്റെ സഭയെ സന്ദർശിക്കുന്നതിനുള്ള ഒരുക്കത്തിൻ്റെ നാളുകളാണിത്. എനിക്ക് ഉറപ്പുണ്ട്. അതിനുശേഷം നോമ്പ് തുടങ്ങും. ആ നോമ്പിന് ശേഷം 2025 പെന്തക്കോസ്ത കഴിയുന്നതോടുകൂടി സഭയ്ക്ക് ഒരു മഹത്വത്തിന്റെ മുഖം പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായുള്ള ഒരുക്കം നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഈ 21 ദിവസങ്ങൾ, 21 ദിവസം മാത്രമല്ല, ഈ നോമ്പിന്റെയും പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും തപസ്സിന്റെയും വരാൻ പോകുന്ന നാളുകളിൽ ഈ 2025 പെന്തക്കോസ്ത തിരുനാൾ വരെ നമ്മൾ തീക്ഷണമായി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇത് ഉണർവിൻ കാലമാണ്. നമ്മൾ എങ്ങനെ ഒരുങ്ങണം? ഒന്നാമതായി പരിശുദ്ധാത്മ തൻ്റെ സഭയ്ക്ക് നൽകുന്ന ഉണർവനായിട്ടുള്ള, റിവൈവലിനായിട്ടുള്ള ഈറ്റുനോവ് നമ്മുടെ അകത്തുണ്ടാകണം. നമുക്കൊരു പെയിൻ ഉണ്ടാകണം, നമുക്കൊരു വേദനയുണ്ടാകണം. കർത്താവേ, അവിടുത്തെ സഭയെ ഉണർത്തണമേ, അവിടുത്തെ സഭയെ നവീകരിക്കണമേ. ഈ ഹൃദയ നൊമ്പരമുള്ള സഭയെ പ്രതി ഈറ്റുനോവ് അനുഭവിക്കുന്ന, സഭയുടെ റിവൈവലിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയിൽ ആശ്വാസകാലം കടന്നു വരുവാൻ വേണ്ടി ആരൊക്കെ അതിനു വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നുവോ, പ്രസവവേദന അനുഭവിക്കുന്നുവോ, അത് കർത്താവ് ഗൗരവത്തോടെ കാണുകയാണ്. നമ്മൾ വെറുതെ ഒരു പ്രോഗ്രാം കൂടി പോവല്ല. ഈറ്റുനോവ് ഉണ്ടാകണം. നമ്മുടെ ചങ്കിന്റെ അകത്ത് കഠിനമായ വേദനയുണ്ടാകണം. കർത്താവിന്റെ സഭയോർത്ത്. സഹോദരങ്ങളെ, എന്താ വചനം പറയുന്നത്? പൗലോസിലെ ഗലാത്യർക്ക് ലേഖനം 4:19 പറയുന്നത്, എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ജനം കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനായി രൂപാന്തരപ്പെടുവാൻ പൗലോസിലേക്ക് പറയാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. വീണ്ടും എസെക്കിയേൽ പ്രവചനം 66:8 എന്താണ് വചനം പറയുന്നത്? എസെക്കിയേൽ പ്രവചനം 66:8, ഒരു ദിവസം കൊണ്ടൊരു ദേശമുണ്ടാകുമോ? ഒരു നിമിഷം കൊണ്ടൊരു ജനത രൂപം കൊള്ളുമോ? പ്രസവ വേദന തുടങ്ങിയപ്പോഴേ സിയോൻ പുത്രനെ പ്രസവിച്ചു. പ്രസവ വേദന തുടങ്ങിയപ്പോഴാണ് പ്രസവം നടന്നത്, മക്കളുണ്ടായത്. സഭയ്ക്ക് ധാരാളം മാനസാന്തരങ്ങൾ പരിശുദ്ധാത്മാവ് തരും. സഭയ്ക്ക് ധാരാളം അനുതാപ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തരും. തൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തും. ഇത് കാണുവാനും അനുഭവിക്കുവാനും ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമുക്ക് ഹൃദയവേദനയുണ്ടാകണം. ഒരു പ്രസവ വേദന. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് അവൾക്കുണ്ടാകുന്ന ഒരു ഈറ്റുനോവുണ്ട്, പ്രസവ വേദന. ഈ വേദന കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി നമുക്കുണ്ടാകണം. ഈ വേദനയോടെ വേണം നമ്മൾ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രാശ്ചിത്തം ചെയ്യുവാൻ, പരിത്യാഗം എടുക്കുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ, തിരുവചനം വായിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുവാൻ. സഹോദരങ്ങളെ, ഈ ഒരു ഈറ്റുനോവോട് കൂടിയായിരിക്കണം. കർത്താവിന്റെ അനേകം വിശുദ്ധരെ സഭാ ചരിത്രത്തിൽ കാണുന്നു. അതുപോലെ സഭയിൽ കർത്താവ് ചെയ്ത ഈ ഉണർവിന്റെ പ്രവർത്തികളിൽ ദൈവം ഉപയോഗിച്ച ചില ജീവിതങ്ങളുണ്ട്. അവരെല്ലാം വളരെ വർഷങ്ങള് ഹൃദയ തകർച്ചയോട്, ഈറ്റുനോവോടെ അവരായിരിക്കുന്ന സഭയിൽ, അവിടെ ദേശങ്ങളിൽ പരിശുദ്ധാത്മ പ്രവാഹം ഉണ്ടാകാൻ, ആത്മാവിന്റെ ഉണർവ് വെളിപ്പെടുവാൻ ഒരു വർഷങ്ങളോളം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് അവർ ഈ നോവ് അനുഭവിച്ചു. നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ എസെക്കിയേൽ പ്രവാചകനെ
നശിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള വലിയ വേദനയുണ്ടായിരുന്നു, വലിയ നോവുണ്ടായിരുന്നു. എസെക്കിയേൽ പ്രവചനം 37 1, 2, 3 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അസ്ഥികളുടെ താഴ്വര, വരണ്ട അവസ്ഥ. താഴ്വര മുഴുവൻ അസ്ഥിക്കൂട്ടങ്ങളാണ്, അസ്ഥി താഴ്വരയാണ്. സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശിക്കാൻ അധികം വകയില്ല. ഈ അസ്ഥി താഴ്വര പോലെയാ അനേകം കുടുംബങ്ങള്. ഈ അസ്ഥി താഴ്വര പോലെയാ പലപ്പോഴും നമുക്ക് സഭയിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും അനുഭവപ്പെടുന്നത്. ഈ അസ്ഥി താഴ്വര പോലെയാണ് പലപ്പോഴും അനേകം ജീവിതങ്ങള്, ദേശങ്ങള്. കർത്താവ് ചോദിച്ചു, പ്രവാചക, ഈ വരണ്ട അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? പ്രവാചകൻ പറഞ്ഞ, കർത്താവ് എങ്ങേക്ക് അറിയാമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. എത്ര ആത്മീയമായി വരണ്ടിരിക്കുന്ന, വരൾച്ചയിലായിരിക്കുന്ന സമൂഹങ്ങളെ, കൂട്ടായ്മകളെ തന്റെ അഭിഷേക ശക്തിയാൽ ഉണർത്തുവാൻ, നവീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്. സകലത്തിനും മതിയായ ദൈവം. പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ പ്രവാചകൻ അനുസരിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 37:10 ഇതാ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ അവസ്ഥ എന്തായിക്കൊള്ളട്ടെ, സഭയുടെ അവസ്ഥ എന്തായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിക്കൊള്ളട്ടെ, നമ്മൾ അത് നോക്കി നിരാശപ്പെട്ട്, പിറുപിറുത്ത്, കുറ്റം പറഞ്ഞ്, കളിയാക്കി, പരിഹസിച്ച് നമ്മൾ മുന്നോട്ട് പോകരുത്. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക, പ്രത്യാശയുടെ വചനങ്ങളിൽ, ആത്മാവ് തരുന്ന പ്രവചന വചനങ്ങളിൽ, കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളിൽ ചങ്കുറപ്പിച്ച് പ്രത്യാശയുടെ സഭയുടെ കർത്താവായ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കാൻ നമുക്ക് പറ്റണം. എന്തിനു നമ്മൾ അസ്വസ്ഥനാകുന്നത്? സഭ നമ്മുടെ ആരുടെയുമല്ല, സഭ കർത്താവിൻ്റെതാണ്. സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. സഹോദരങ്ങളെ, ആത്മാവ് പറഞ്ഞതുപോലെ പ്രവാചക, ഇതാ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. തന്റെ സഭ ഉണർത്തുവാനുള്ള കീ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലുണ്ട്. തന്റെ സഭയെ നവീകരിക്കുവാനുള്ള ശക്തി ഇന്നും പരിശുദ്ധാത്മാവിനുണ്ട്. തന്റെ സഭ മുഴുവനെയും ഉണർത്തുവാനുള്ള കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആത്മാവിന്റെ പദ്ധതികളോട് സഹകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഇവിടെ എന്താ സംഭവിച്ചേ? എസെക്കിയേൽ പ്രവചനം 37:10 വന്ന്, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയൊരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകം കേരള സഭയിലേക്ക് പരിശുദ്ധാത്മ പകരാൻ പോവുക. ഒരു സൈന്യം പോലെ കേരള സഭയെ, സാർവത്രിക സഭയിൽ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. ഈ ആത്മപ്രവൃത്തിയുടെ ഈറ്റുനോവിലൂടെയാണ് നമ്മുടെ സഭ കടന്നു പോകുന്നത്. അല്ലാതെ സഭ തീരാൻ പോവല്ല, സഭ അവസാനിക്കാൻ പോവല്ല. ഇനി സഭയെക്കുറിച്ച് അധികം പ്രതീക്ഷ വേണ്ട, സഭയെക്കുറിച്ച് അധികം പ്രത്യാശ വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നിരുത്സാഹപ്പെടുകയല്ല വേണ്ടത്, വിഷാദിക്കല്ല വേണ്ടത്. ഇത് പരിശുദ്ധാത്മാവിന്റെ സ്വപ്നമാണ്. തന്റെ സഭയെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ മനസ്സാണിത്. ഒരു സൈന്യം പോലെ തന്റെ സൈന്യമായി തന്റെ സഭയെ, സഭാ മക്കളെ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിന് വിശാലതയ്ക്ക് വേണ്ടി, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി, ആത്മാക്കളെ വീണ്ടെടുപ്പിന് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. അവിടുത്തെ പ്രവർത്തികൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭയ്ക്ക് വേണ്ടി അവിടുന്ന് ചെയ്യുന്ന അവിടുത്തെ മഹത്വത്തിന്റെ പ്രവർത്തികള് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അതുകൊണ്ടാണ് സഭയിലെ വലിയൊരു മിസ്റ്റിക്കാണ് ആൻ കാതറിൻ എമറിച്ച്.
പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ആ ഫിലിമൊക്കെ എമിറേറ്റ്സിന് വെളിപ്പെട്ട ആ റെവലേഷനിലൂടെയാണ് ആ ഫിലിമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് തൻ്റെ സഭയെക്കുറിച്ച് ഈ മിസ്റ്റിക്കിനോട് കർത്താവ് പറഞ്ഞത്? സത്യവിശ്വാസം നഷ്ടപ്പെട്ട സഭാ ശുശ്രൂഷകരുടെ പ്രവർത്തനങ്ങളാൽ തകർന്ന അവസ്ഥയിലെത്തിയ ബസിലിക്കയുടെ ദർശനം കണ്ട് ഞാൻ നിലവിളിച്ചു, ഈശോയുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു അവിടുന്ന് പറഞ്ഞു, ഈ ബസിലിക്ക സഭയുടെ പ്രതീകമാണ്. സഭ നിശേഷം തകർക്കപ്പെട്ടു എന്ന് കരുതുന്ന അവസ്ഥയുണ്ടാകും. നമ്മൾ പലതും കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളുണ്ടാകും. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്നാൽ നീ കണ്ട ദർശനത്തിൽ കണ്ടവരുടെ പിൻബലത്തോടെ അവൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. സഭയുടെ അടിസ്ഥാനമിട്ടിരിക്കുന്നത് മനുഷ്യന്റെ ആലോചനകളിലോ ബുദ്ധിസാമർത്ഥ്യത്താലോ അല്ലാത്തതിനാൽ ഒരൊറ്റ കത്തോലിക്ക വിശ്വാസി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് വന്നാൽ പോലും സഭ വീണ്ടും വിജയമകുടം ചൂടും. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും ഇല്ലാതാവുകയില്ല. എന്റെ സഹോദരി സഹോദരങ്ങളെ, ആരെല്ലാം സഭയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നുവോ, ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുന്നുവോ, അവരെ ഇല്ലാതാക്കാൻ ഒരു തിന്മയ്ക്കും പറ്റില്ല. അവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. അവിടെ തലമുറകളെ ശിഥിലീകരിക്കാൻ പിശാചിന് സാധ്യമല്ല. കർത്താവിന്റെ പൂർണ്ണ സംരക്ഷണം തന്റെ ഇപ്രകാരമുള്ള ആത്മാക്കൾക്കുണ്ടാകും. സ്തുതിക്കുന്നു. കർത്താവിന്റെ സഭയിൽ ഒറ്റ കത്തോലിക്ക വിശ്വാസി മാത്രമേ അവശേഷിക്കുന്നുള്ളെങ്കിൽ പോലും എന്താണ് കർത്താവ് പറഞ്ഞത്? എന്റെ സഭ വിജയമകുടം ചൂടും. എന്റെ സഭയെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. സഹോദരങ്ങൾ, ഇത് സംഭവിക്കാൻ പോവുക. പ്രത്യാശ വേണം. എന്റെ വൈദികരെ നിരാശപ്പെടരുത്, മനസ്സ് കലങ്ങരുത്. എന്റെ സമർപ്പിത സന്യസ്തരെ, നിങ്ങൾ അസ്വസ്ഥരാകരുത്, വിഷാദപ്പെടരുത്. എൻ്റെ അന്മായ സുഹൃത്തുക്കളെ, നമ്മൾ ഒന്നിച്ച് പ്രത്യാശയുടെ കരങ്ങൾ ഉയർത്തണം. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമത് എൻ്റെ സഹോദരങ്ങളെ, തൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മ നൽകുന്ന ആ ഉണർവിനെ കുറിച്ചുള്ള ഒരാഴമേറിയ ആഗ്രഹം നമുക്കുണ്ടാകണം. സഭയിൽ നവീകരണം ഉണ്ടാകണം. കർത്താവിൻ്റെ സഭ ശക്തീകരിക്കപ്പെടണം. സഭ മുഴുവൻ ഉണർത്തപ്പെടണം. നമ്മുടെ ചിന്തകളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ ഹൃദയത്തിലും വിചാരങ്ങളിലും എല്ലാം ഈ ഒരു ആഗ്രഹം ഇതിങ്ങനെ തീ പോലെ കത്തി 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 ജ്വലിച്ചുകൊണ്ടേ ഇരിക്കണം. സഭയ്ക്ക് വേണ്ടി ആഴമേറിയ ആഗ്രഹം, സഭയുടെ റിവൈവലിനായി, സഭാ നവീകരണത്തിനായി. സഹോദരങ്ങളെ, ഇപ്രകാരം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കുറച്ച് സഭാമക്കൾ സഭയിലുണ്ടെങ്കിൽ അത്ഭുതകരമായി അവരിലൂടെ തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ശ്രദ്ധിക്കുന്നു. അന്യവൈദികരാകട്ടെ, സമർപ്പിതരാകട്ടെ, ആത്മായ പ്രേക്ഷിതരാകട്ടെ, യുവജനങ്ങളാകട്ടെ, ആര് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളോട് സഹകരിക്കുന്നുവോ അവരിലൂടെ അളവില്ലാത്ത വിധത്തിൽ തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. വെളിപാട് പുസ്തകം 22:17 നമ്മൾ കാണുന്നുണ്ട്. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സമൃദ്ധമായി സ്വീകരിക്കട്ടെ. ആഗ്രഹത്തോടെ വരാൻ പറയാണ് ദൈവസന്നിധിയിലേക്ക്. ഈ 21 ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് തൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും സഭയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുവാൻ, സഭയുടെ നവീകരണത്തിനായി ത്യാഗങ്ങൾ എടുക്കുവാൻ, ഈ ജൂബിലി വർഷത്തിൽ തൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, 10,000-ങ്ങളെ ജനലക്ഷങ്ങളെ പരിശുദ്ധാത്മാവും സഭയും വിളിക്കുക, വരിക. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. പരിശുദ്ധാത്മാവിന്റെ ഈ സ്വരം എത്ര പേർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്? ആത്മാവിന്റെ സ്വരത്തോട് യെസ് പറയാൻ തീരുമാനമുള്ള എന്റെ സഹോദരി സഹോദരങ്ങളെല്ലാം ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറയട്ടെ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. മൂന്നാമതായി, ഇത് ഉണർവിന്റെ സമയമാണ്. It's time for the revival. ഇത് ഉണർവിന് വേണ്ടിയുള്ള സമയമാണ്.
ഇത് പരിശുദ്ധാത്മ പ്രവർത്തനത്തിന് സമയമാണ്. ഇത് പെന്തക്കോസ്തയുടെ നാളുകളാണ്. ഇത് ആത്മപകർച്ചയുടെ ദിനങ്ങളാണ്. സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5:26 പ്രവാചകനായി എലീശ ഗെഹസിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. ഗെഹസി, എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് അഭിഷേകം പ്രാപിക്കേണ്ട ഈ സമയത്ത് നീ പണത്തിനും പ്രശസ്തിക്കും പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും ഒലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ദാസിദാസന്മാരെയൊക്കെ സമ്പാദിക്കാൻ നീ നടന്നു. എന്തുകൊണ്ട് ഈ സമയം നീ തിരിച്ചറിഞ്ഞില്ല? എന്തുകൊണ്ട് സമയത്തെ നീ തിരിച്ചറിഞ്ഞില്ല? പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ തന്റെ സഭയോട് ചോദിക്കുക, എന്തുകൊണ്ട് നിങ്ങൾ ഈ സമയം തിരിച്ചറിയുന്നില്ല? എന്റെ വന്യവൈദികരെ, ഇത് ഉണർവിന്റെ സമയമാണ്. തന്റെ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തരുന്ന റിവൈവലിന്റെ നാളുകൾ, തന്റെ സഭയെ നവീകരിക്കുന്ന പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ ദിനങ്ങളാണ് ഈ ദിനങ്ങളെന്ന് ആത്മാവ് പറയുകയാണ്. നീ എന്തുകൊണ്ട് സമയം അറിഞ്ഞില്ല? ഇത് പരിശുദ്ധാത്മ പ്രവർത്തനത്തിന്റെ സമയമാണ്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും കണ്ണുനീരൊഴുക്കി സഭയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തേണ്ട നാളുകളാണ്. തിരുസഭയ്ക്ക് വേണ്ടി 10,000 ജനലക്ഷങ്ങൾ ഒന്നിച്ച് നിലവിളിക്കേണ്ട സമയമാണ്. ഓ ജീസസ്, എത്ര പേർക്ക് പരിശുദ്ധാത്മാവിന്റെ ഈ സ്വരം കേൾക്കാൻ പറ്റുന്നുണ്ട്? സമയമായി. ഇത് ദൈവിക സമയമാണ്, ഉണർവിന്റെ സമയമാണ്, ആത്മപ്രവൃത്തിയുടെ സമയമാണ്. ഇത് അനുദപിക്കുവാനുള്ള സമയമാണ്, പ്രാർത്ഥിക്കാൻ ഉപവസിക്കാനുള്ള സമയമാണ്, ഇത് പ്രാശ്ചിത്തം അനുഷ്ഠിക്കാനുള്ള സമയമാണ്. സഹോദരങ്ങളെ, ഈ സമയം തിരിച്ചറിയാതെ ജീവിക്കരുത്. ജീവിതത്തിന് വ്യഗ്രതകളിൽപ്പെട്ട് സ്വർഗം തരുന്ന ഈ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിച്ച് കളയരുത്. ഈ സമയത്തിന് പ്രാധാന്യം മനസ്സിലാക്കണം. 4-മതായി, ഈ സമയത്തിനായി ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ഈ സമയത്തിനായി ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ഈ ഉണർവിന്റെ കാലം, തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഈ നാളുകളിൽ തന്റെ സഭയ്ക്ക് ആത്മാവിന്റെ ആ പരിശുദ്ധാത്മാവ് തരുന്ന ആ റിവൈവൽ, ആ ഉണർവിന്റെ നാളുകളിലേക്ക്, നവീകരണത്തിന്റെ നാളുകളിലേക്ക്, ശുദ്ധീകരണത്തിന്റെ നാളുകളിലേക്ക് നമ്മൾ ദൈവജനത്തെ ഒന്നിച്ചു കൂട്ടുക. ഇത് ജനം ഒന്നിച്ചു കൂടി വരേണ്ട സമയമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, 21 ദിവസക്കാലം ഷെക്കേന ന്യൂസിലൂടെ പ്രാർത്ഥനയും ഉപവാസവും അനുഷ്ഠിച്ച് നമ്മൾ സഭയ്ക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. 10,000 ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ഈ ദിവസങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 21 ദിവസം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിക്കുവാൻ ഞങ്ങൾ തീഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1, 2, 10, 20 പേരല്ല, 10,000 ജീവിതങ്ങള് കർത്താവിന്റെ സഭയ്ക്കായി ഒന്നിച്ചു കൂടുകയാണ്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് അവർ വരികയാണ്. ദ ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു. 6-ാം അധ്യായം 24-ാം വചനം എന്താ പറയുന്നത്? അവിടെ എന്താ വചനം പറയുന്നത്? കർത്താവിന്റെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അപ്പോൾ ഗിദെയോൻ കാഹളമൂതി ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി. എത്ര പവർഫുൾ ഈ വചനം! കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ കാഹളമൂതി. സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മ പ്രവർത്തനത്തിന്റെ നാളുകളാണ്. ഇത് ഉണർവിന്റെ സമയമാണ്. തന്റെ സഭയെ പരിശുദ്ധാത്മ നവീകരിക്കുന്ന സമയമാണ്. ഇത് കാഹളമൂതേണ്ട സമയമാണ്. അതുകൊണ്ട് ഷെക്കേന ന്യൂസിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാഹളമൂതിയത്, ദൈവജനമേ, 21 ദിനങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിക്കുവാൻ ഒരുമിച്ച് കൂടുക. കാഹളമൂതി ഇതാ 10,000 തയ്യാറായി വന്നിരിക്കുന്നു. സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വരും ദിവസങ്ങളിൽ നമ്മൾ 1000 പങ്കെടുപ്പിക്കണം. പങ്കെടുക്കാത്ത ഒരുപാട് 10,000 നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, ദേശങ്ങളിലുണ്ട്, നമ്മുടെ പരിചയങ്ങളിലുണ്ട്. അവരെ നിങ്ങൾ അടുത്ത 20 ദിനങ്ങളിലെ ശുശ്രൂഷയ്ക്കായി കൊണ്ടുവരണം.
അനേകർ ഉണരട്ടെ, അനേകർ കരങ്ങൾ വിരിക്കട്ടെ, അനേകർ കണ്ണീരൊടുക്കട്ടെ, അനേകർ സഭയ്ക്ക് വേണ്ടി നിലവിളിക്കട്ടെ. കരമുയർത്തി വിളിക്കുന്നു, ആത്മാവേ സ്തുതിക്കുന്നു. ശക്തിയോടെ വിളിച്ച് ശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിച്ച ആത്മാവേ സ്തുതിക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ദേശമുണരട്ടെ, ഓ സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ജോയേൽ പ്രവചനം 1:14. ആ വചനം കൂടി നമുക്ക് ശ്രദ്ധാപൂർവ്വം വായിക്കാം. ജോയേൽ പ്രവചനം 1:14. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. മഹാസഭ വിളിച്ചുകൂട്ടാനുള്ള സമയമാണ്. 10,000 ഒരുമിച്ച് വരേണ്ട സമയം, കണ്ണുനീരോടെ കരങ്ങൾ വിരിക്കേണ്ട സമയം, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാശ്ചിത്തം അനുഷ്ഠിക്കേണ്ട സമയം. ശ്രേഷ്ഠവാസികളെല്ലാം, ശ്രേഷ്ഠന്മാരെല്ലാം കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരട്ടെ. നിങ്ങൾ ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. എന്തിനാണ് 21 ദിവസത്തെ പ്രാർത്ഥന, ഉപവാസ ശുശ്രൂഷ തിരുസഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്? സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ച് 10,000 ജനലക്ഷങ്ങൾ ഒന്നിച്ചുകൂടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭയ്ക്ക് വേണ്ടി, സഭയുടെ റിവൈവലിന് വേണ്ടി, സഭയുടെ റിനീവലിന് വേണ്ടി, സഭ എംപവർ ചെയ്യപ്പെടുവാൻ വേണ്ടി, സഭ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, സഭ പരിശുദ്ധാത്മാവിൽ വളരുവാൻ പടുത്തുയർത്തപ്പെടുവാൻ വേണ്ടി. സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ഈ ആഹ്വാനം നമുക്ക് ചങ്കിലേക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അതുകൊണ്ട് 1-ാം ദിനം ഇവിടെ പിന്നിടാൻ പോവുകയാണ്. അടുത്ത 20 ദിവസങ്ങൾ സഹോദരങ്ങളെ അനേകരെ നിങ്ങൾ പങ്കെടുപ്പിക്കണം. ഇതൊരു സാധാ ശുശ്രൂഷയെ കാണരുത്. കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ തൻ്റെ മണവാട്ടിയായ തൻ്റെ സഭയിലാണ്. സഭയ്ക്ക് വേണ്ടി നമ്മൾ കരങ്ങൾ വിരിച്ചാൽ നമ്മുടെ പ്രാർത്ഥന അത് നിഷ്ഫലമായി പോവുകയില്ല. ഇനി എന്തിനാ പ്രാർത്ഥിക്കണം ചിന്തിക്കരുത്, പ്രത്യാശിക്കണം. റോമർ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. സഭയിൽ ഒരു കത്തോലിക്ക വിശ്വാസി അവശേഷിച്ചാൽ മതി. ആ വിശ്വാസിയിലൂടെ, ആ വ്യക്തിയിലൂടെ തൻ്റെ സഭയെ മഹത്വത്തിലേക്ക് എത്തിക്കുവാൻ. അതാണ് ഹഗ്ഗായി പ്രവചനം 2:9 പറയുന്നത്. പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായൊരു മഹത്വത്തിലേക്ക് എൻ്റെ ആലയത്തെ ഞാൻ ഉയർത്തും. ഇത് യുഗാന്ത സഭയെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രൊഫസിയാണ്. ആദിമ സഭയേക്കാൾ ഉന്നതമായൊരു മഹത്വത്തിലേക്ക് യുഗാന്ത സഭയെ പരിശുദ്ധാത്മാവ് ഉയർത്തുന്ന കൃപയുടെ നാളുകൾ. എത്ര ശക്തമാണ് കർത്താവിന്റെ വചനം, കർത്താവിന്റെ വചനം. വിശ്വസിക്കുക, ഇത് സംഭവിക്കുവാൻ, ഈ പ്രവചനം നമ്മുടെ നാളുകളിൽ നിറവേറപ്പെടുവാൻ നിങ്ങൾ 1000 കൊണ്ടുവരണം. എൻ്റെ വൈദികരെ, നിങ്ങൾ ഉണരണം. അനേകം നിങ്ങൾ ഇടവക ജനത്തോട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറയണം. സമർപ്പിതരെ, എൻ്റെ അമ്മമാരെ, നിങ്ങളുടെ കോൺവെൻറ്റുകളിൽ ഇരുന്ന് എൻ്റെ പ്രൊവിൻഷ്യൽ അമ്മമാരെ, ജനറൽ അമ്മമാരെ, നിങ്ങളുടെ സഭാ സമൂഹങ്ങൾ അറിയിക്കണം. സമർപ്പിതരും വൈദികരും ആത്മായ പ്രേക്ഷിതരെല്ലാം ഒരുമിച്ച് കരങ്ങൾ വിരിച്ച് നമ്മൾ നിലവിളിക്കുമ്പോൾ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ജൂബിലി വർഷത്തിൽ, കേരള സഭ നവീകരണ വർഷത്തിൽ തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. കേരള സഭ സാർവത്രിക സഭയിൽ മഹത്വത്തിൻ്റെ സഭയായി, ഇവാഞ്ചലൈസേഷൻ്റെ സഭയായി, പരിശുദ്ധ ശക്തിയുടെ സഭയായി വീണ്ടും പ്രശോഭിക്കും.